ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാ പ്രിയപ്പെട്ട നമ്മുടെ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഒരു ഹായ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു. ഞാൻ ഈയിടെ നമ്മുടെ കൂടെ തന്നെ ജോലി ചെയ്യുന്ന ഒരാളുണ്ട്, നമ്മുടെ ഒരു ചേട്ടൻ. അപ്പോൾ ആ ചേട്ടന് നമ്മളുമായിട്ട് എന്നും നല്ല എൻജോയ് ചെയ്ത് ജീവിക്കുകയും നല്ല തമാശ പറയുകയും സന്തോഷിക്കുകയും ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെന്നും കളിയാക്കും. പുള്ളി ഓരോന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയും നമ്മളോരോ തമാശ പറയുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പല ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും ഒക്കെ കടന്നുപോയി. പക്ഷേ എന്നാലും ആ മനുഷ്യനും വളരെ എൻജോയ്മെൻ്റ് ആയിരുന്നു നമ്മുടെ കൂടെയൊക്കെ. നല്ലപോലെ ചിരിക്കുകയും കളിക്കുകയും തമാശ പറയുകയും പുള്ളിയുടെ ഓരോ കാര്യങ്ങൾ ചുമ്മാ ഓരോന്ന് വെട്ടി തുറന്ന് ചുമ്മാ പൊട്ടത്തരങ്ങളൊക്കെ പറയുകയും അങ്ങനെ ഇങ്ങനെ കാലങ്ങളും ദിവസങ്ങളും ഒക്കെ മുന്നോട്ട് പോയി. അപ്പം ഈയിടെ ഒരു ദിവസം ഇങ്ങനെ എന്തൊക്കെയോ എല്ലാവരും കൂടെ കൂടി കളിയാക്കിയപ്പോൾ പുള്ളിക്ക് വളരെ ഒരു വിഷമം വന്നു. അപ്പോൾ എന്നെ അടുത്ത് വിളിച്ചിരുത്തി പുള്ളി പേഴ്സണലായിട്ടൊരു കാര്യം പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകി. കാരണം അത്രയും വേദനകൾ ഒളിപ്പിച്ച് വെച്ചിരുന്ന ആ ഒരു മനുഷ്യൻ എത്രത്തോളം എൻജോയ് ചെയ്ത് ആണ് നമ്മളോട് സംസാരിച്ചത്. ആ മനസ്സിൽ ഇത്രയും വിങ്ങിപ്പൊട്ടുന്ന വേദനകൾ ഉണ്ടായിരുന്നു എന്ന് ഉള്ള തിരിച്ചറിവ് പോലും എനിക്ക് ആ ഒരു നിമിഷം ഉണ്ടായപ്പോൾ ഞാൻ വളരെ ഓർത്തു. നമ്മൾ കാണുന്ന ഒന്നുമല്ല മനുഷ്യൻ. അവൻ്റെയൊക്കെ ഹൃദയത്തിൽ അല്ലെ അവൻ്റെ മനസ്സിൽ എന്തൊക്കെയോ നെടുവീർപ്പുകളും ഒരുപാട് ദുഃഖത്തിൻ്റെ യാതനകളുടെ ഒരുപാട് കഥകൾ പറയാനുണ്ടായിരിക്കാം ഒരുപക്ഷെ. കാരണം സംഭവം എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ ഇങ്ങനെ എന്നോട് പേഴ്സണലായിട്ട് സംസാരിച്ചു എന്ന് പറഞ്ഞ വാക്കുകൾ ഇതാണ്: പ്രദീപേ, നിങ്ങളെല്ലാവരും കളിയാക്കുകയും തമാശ പറയുകയൊക്കെ ചെയ്യുമ്പോൾ ഞാനതിനകത്ത് ആസ്വദിക്കുന്നത് എന്താണെന്നറിയാമോ? എൻ്റെ മനസ്സിലെ ഒരു വലിയ വിഷമം എൻ്റെ ഉള്ളിൽ തളം കെട്ടി നിൽക്കുന്നതുകൊണ്ടാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ കോവിഡ് സമയത്ത് 3 കൈക്കുഞ്ഞുങ്ങളെ ഇട്ടേച്ച് എൻ്റെ വൈഫ് എന്നിൽ നിന്ന് യാത്രയായി. അവൾ മരിച്ചുപോയി എന്നുള്ള ആ ഒരു വാർത്തയായിരുന്നു. അത് കേട്ടപ്പോൾ ഒരു നിമിഷം ഞാൻ പകച്ച് നിന്നുപോയി. കാരണം ആ മനുഷ്യൻ എത്രത്തോളം വേദന സഹിച്ചിട്ടായിരിക്കാം മനസ്സിലെ സങ്കടങ്ങൾ കുറയാൻ മറ്റൊരാളോട് ഷെയർ ചെയ്തതെന്ന് വല്ലാതെ ഞാൻ ഉരുകിപ്പോയ നിമിഷങ്ങൾ. അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ അത് കേട്ടുകൊണ്ടിരുന്നപ്പോൾ അടുത്ത് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വന്നു. അപ്പം എല്ലാവരോടും കൂടെ ഇങ്ങനെ ഞങ്ങൾ സംസാരിച്ചപ്പോൾ കൂടെ നിന്ന് പലരും കരഞ്ഞു പോയ നിമിഷങ്ങളാണ്. ആ മനുഷ്യൻ അത്രയും വേദനിച്ചിരിക്കുന്ന ഒരാളായിരുന്നു എന്ന് ഞങ്ങൾ തിരിച്ചറിയാതെ പോയി. പക്ഷേ അതിൽ പിന്നെ ഞങ്ങൾ വളരെ ഹാപ്പിയായിട്ട് അദ്ദേഹത്തോട് മാന്യമായിട്ട് സംസാരിക്കുകയും തമാശ പറയുകയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പോൾ ആ ഫീലിൽ നിന്നെല്ലാം പുള്ളി ഞങ്ങളായിട്ട് തന്നെ മാറ്റി. അപ്പം നിങ്ങൾക്കും ഉണ്ടല്ലോ ഇതുപോലെ ഓരോ അവസ്ഥകളും വിഷമങ്ങളും ഒക്കെ. അതുകൊണ്ട് നമ്മൾ ഓരോ മനുഷ്യരെയും വെറുതെ കാണുന്ന പോലെ വിലയിരുത്താതിരിക്കുക. അപ്പം എല്ലാവർക്കും ഒരു നല്ലൊരു ദിനം നേരുന്നു. എനിക്കിത് പറയണം തോന്നി. നിങ്ങൾ കമൻറ്റുകളും ഒക്കെ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. താങ്ക് യു.